മത്തായി 26:41. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഗത്സമനയിലെ പ്രാർത്ഥനയിൽ 3 ശിഷ്യരെ മറ്റുള്ളവരിൽ നിന്ന് അല്പം മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഉണർന്നിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് അവിടുന്ന് വീണ്ടും അല്പം കൂടെ മുന്നോട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ ആ പ്രാർത്ഥന നീണ്ടു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെ അല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്നതായിരുന്നു പ്രാർത്ഥനയിലെ പ്രധാന വിഷയം. ആ വാചകമെടുത്ത് യേശുവിന് മരിക്കാൻ മനസ്സില്ലായിരുന്നു എന്ന് ചിലർ ആക്ഷേപിക്കാറുണ്ട്. എന്നാൽ അതികഠിനമായൊരു വിഷയത്തിൻ്റെ മധ്യത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാകണമെന്ന് കൂടെ അവിടുന്ന് മാതൃക കാണിച്ചു തരികയാണ്. കൈപ്പേറിയ കാര്യങ്ങൾ നീക്കിത്തരയണമേ എന്ന് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം എന്ന് അംഗീകരിക്കണമെന്ന് യേശു വ്യക്തമാക്കുന്നു. ക്രൂശ് മരണം മറ്റാർക്കെങ്കിലും ഏറ്റെടുക്കാൻ യോഗ്യതയുണ്ടെങ്കിൽ, ക്രൂശ് മരണമല്ലാതെ പാപപരിഹാരത്തിന് മറ്റെന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഇതെന്നിൽ നിന്ന് നീക്കണമേ എന്ന് കൂടെ ഇതിൽ അർത്ഥമുണ്ട്. അതായത് യേശുവിൻ്റെ പ്രാർത്ഥന വ്യക്തമാക്കിയത് ഇതല്ലാതെ മറ്റൊരു മാർഗവും മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിന് ഇല്ലെന്നാണ്. പരീക്ഷ വരാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നല്ല, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ അഥവാ പരീക്ഷയിൽ പരാജിതരാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാം പല കാര്യങ്ങൾ കൊണ്ടും ബലഹീനരാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബലഹീനതകളെ ആത്മാവിൻ്റെ ഒരുക്കം കൊണ്ട് അതിജീവിക്കണം. അതിന് ഉണർന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപയും ശക്തിയും ധരിക്കണം. പല കാര്യങ്ങൾ കൊണ്ടും ഉറക്കം വരാതിരിക്കുമ്പോൾ പോലും പലർക്കും പ്രാർത്ഥിക്കാൻ കഴിയാറില്ല. അപ്പോൾ ഉറക്കത്തെ അതിജീവിച്ച് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആർക്ക് കഴിയും? ക്രിസ്തു ശിഷ്യർക്ക് അത് കഴിയണം. നമ്മുടെ ഏത് ബലഹീനതയിലും സഹായിക്കാൻ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ടുണ്ട്. ആത്മാവിൻ്റെ സഹായത്തോടെ ഉണർന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.